പ്രവാസ ലോകത്തെ വാർത്താവിശേഷങ്ങളുമായി UAE എക്സ്ചേഞ്ച് വിഷൻ അറേബ്യയുടെ മറ്റൊരു പുതിയ അധ്യായം ഇവിടെ ആരംഭിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. കഴിഞ്ഞ വാരം ഇവിടെ നടന്ന ഗാർഡൻ ഷോയിൽ സ്വദേശികളും വിദേശികളും അടക്കം നിരവധി സന്ദർശകരാണ് എത്തിയത്. നിരവധി കുരുന്നുകൾക്ക് കാർഷിക സംസ്കാരം വളർത്തിയെടുക്കുവാൻ ഈ ഷോയിലൂടെ സാധിച്ചു. ബഹ്റൈൻ ഇന്റർനാഷണൽ ആൻഡ് എക്സിബിഷൻ സെന്ററിൽ കഴിഞ്ഞ 3 ദിവസമായി സംഘടിപ്പിച്ച അന്താരാഷ്ട്ര ഗാർഡൻ ഷോയിൽ 24,000-ഓളം സന്ദർശകരാണ് എത്തിയത്. കഴിഞ്ഞ വർഷത്തെക്കാളും മികച്ച പ്രതികരണമാണ് ഇത്തവണ സന്ദർശകരിൽ നിന്ന് ലഭിച്ചത്. വിദേശികളും സ്വദേശികളുമടക്കം നിരവധി പേരാണ് ഗാർഡൻ ഷോ കാണാൻ എത്തിയത്. ഒട്ടുമിക്ക സ്കൂളുകളിൽ നിന്നും ധാരാളം കുട്ടികളും ഈ ചെറിയ ഹരിത ലോകത്തിലെ സൃഷ്ടികൾ കാണാൻ എത്തിയിരുന്നു. കഴിഞ്ഞ 9 വർഷത്തേക്കാളും മികച്ച പിന്തുണയാണ് ലോകരാജ്യങ്ങളിൽ നിന്ന് ഇത്തവണ ഗാർഡൻ ഷോയ്ക്ക് ലഭിച്ചത്. 130ഓളം സ്റ്റാളുകളാണ് ഇത്തവണ ഷോയിൽ കാണികൾക്കായി ഒരുക്കിയിരുന്നത്. വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള കാർഷിക ഉൽപ്പന്നങ്ങളുടെയും പൂച്ചെടികളുടെയും ശേഖരങ്ങളും വിവിധ തരങ്ങളായ കൃഷിരീതികളും കർഷകരെയും പരിചയപ്പെടുവാൻ സന്ദർശകർക്ക് അവസരം ലഭിച്ചു. ഇരുപതോളം രാജ്യങ്ങളിലെ പ്രതിനിധികളാണ് ഇത്തവണത്തെ ഷോയിൽ പങ്കെടുത്തത്. ബഹ്റൈൻ ഭരണാധികാരി ഹമദ് ബിൻ ഇസ അൽ ഖലീഫയുടെ പത്നിയും സുപ്രീം കൗൺസിൽ ഫോർ വുമന്റെ ചെയർപേഴ്സണുമായ പ്രിൻസസ് സബീക ബിന്ത് ഇബ്രാഹിം അൽ ഖലീഫയാണ് ഇത്തവണത്തെ ഗാർഡൻ ഷോ ഉദ്ഘാടനം ചെയ്തത്. ഉഗാണ്ട, സുഡാൻ, ജപ്പാൻ, ചൈന, ഓസ്ട്രിയ, ഫ്രാൻസ്, ഇറ്റലി തുടങ്ങിയ രാജ്യങ്ങളിലെ വിവിധ കാർഷിക വസ്തുക്കൾ പ്രദർശനത്തിൽ കാണികൾക്കായി നേരിട്ട് കാണുവാനും വാങ്ങിക്കുവാനും അവസരമുണ്ടായിരുന്നു. പൂന്തോട്ടം നിർമ്മിക്കുന്ന രീതികൾ, നിർമ്മാണ വസ്തുക്കൾ, പൂന്തോട്ടത്തിന്റെ പരിപാലനം, വീട്ടിൽ കൃഷി ചെയ്യുന്ന പച്ചക്കറികൾ തുടങ്ങി വിവരിക്കുന്ന നിരവധി സ്റ്റാളുകളും പ്രദർശനത്തിൽ മുഖ്യ ആകർഷണമായിരുന്നു.
ലോകപ്രശസ്ത ആംഗ്ലേയ ചിത്രകാരനായ ക്രിസ്റ്റഫർ ഹോഗൻ ഇത്തവണയും തന്റെ ചിത്രപ്രദർശനം സംഘടിപ്പിച്ചിരുന്നു. കഴിഞ്ഞകാലത്ത് പൂനെയിൽ സന്ദർശനം നടത്തിയെന്നും ആഫ്രിക്കയിലെ മൃഗങ്ങളിലെ പാറ്റേണുകളാണ് ഇത്തവണത്തെ പ്രദർശന വിഷയമെന്നും അദ്ദേഹം പറഞ്ഞു. Yeah, normally I'm known for my marine artistry, my marine abstract paintings, but I've done a new series. Whilst we've been away, and whilst we last spoke, I've been in India painting a whole new series for Bajaj there, and also in Africa, where I've derived a series based on African animals in my abstract manner. I'm introducing a new, totally new, different inspiration from my work. Behind us here, you'll see the aurochs, which is the national animal of Bahrain, and I've been researching that and looking at the patterns of this particular creature using a splash of color as well, and they have markings on their faces that I find very, very interesting. So in my style, this is the result of that research. കേരളത്തിലെ പ്രകൃതി ഭംഗി ഒപ്പിയെടുക്കാൻ അതിയായ താല്പര്യമുണ്ടെന്നും ഈ വരുന്ന ഓഗസ്റ്റിൽ കേരളം സന്ദർശിക്കുവാൻ പദ്ധതിയുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. Unfortunately, my schedule didn't allow me to get down to Kerala, which is one of my favorite places in India. I have many friends that live there, but I'm hoping to get back there again in August. The rice barges, I mean, you know, one of my favorite places. You know, the food that tastes totally different from any other place in India that I go to. So, you know, I love my food and I love your natural beauty there, and quite often I get on a rice barge for a few days and enjoy what Kerala has to offer. ഈ വർഷം സംഘടിപ്പിച്ച ഗാർഡൻ ഷോയിൽ നിരവധി കാര്യങ്ങളാണ് പരിചയപ്പെടുത്തുന്നതെന്നും പുതിയ കൃഷിരീതികൾ, ആധുനിക മെഷീനറികൾ എന്നിവ പരിചയപ്പെടുത്തുവാൻ ഇത്തരം ഷോയിലൂടെ സാധിക്കുമെന്നും ബഹ്റിൻ ഫണ്ട് നേതൃത്വം മികച്ച പിന്തുണയാണ് ഈ പ്രദർശനത്തിന് നൽകുന്നതെന്നും ഗാർഡൻ ഷോ കോർഡിനേറ്റർ ഷെയ്ഖ ബിന്ത് മാറാം ഇസ അൽ ഖലീഫ പറഞ്ഞു. Well, there are two special things that are happening this year. First of all, our educational theme is agricultural technology, and we have announced this since June of 2013, so that all our exhibitors will know what we are trying to raise awareness about. Agricultural technology can help alleviate the challenges faced by the agriculture sector. I'm talking the scarcity of land, the quality of the water that's available, and the fact that we need agriculture but we lack the resources. So technology can allow for greenhouses that use alternative energy to generate electricity that can run the greenhouse. It can help also generate the power needed to desalinate water or treat water, and it can also help to create structures, you know, with hydroponic or aeroponic farming, where computer software manages the nutrients that go to the plants and monitor with sensors what is happening with each plant. So in reality, technology presents a lot of solutions to these challenges, and we need to raise awareness about that to the people, so those who are working in the agriculture sector can start using those methods in order to improve their production and quality of agriculture to ensure its sustainability in the future. Actually, Ministry of Agriculture in particular, because of it is the ministry overseeing the sector in Bahrain, so they always participate with us, and they make sure to use this opportunity also to reach out to the public and inform and raise awareness about different issues. So they perform an important role as well with us. They support the show, and the show gives them that platform, so it's a win-win situation for everybody. I'm very proud to say that all the ministries that are affiliated with the sector are here. They support the show, and they use it as an opportunity to reach out to the public and inform them about the services that these ministries provide in Bahrain, and they inform and help us to send our message across. ബഹ്റിൻ ഭരണാധികാരിയുടെ ഇന്ത്യ സന്ദർശനം വളരെ പ്രതീക്ഷയോടെയാണ് നോക്കിക്കാണുന്നതെന്നും ബഹ്റിനും ഇന്ത്യക്കുമിടയിൽ കൃഷി മേഖലയിൽ നിരവധി സാധ്യതകളാണ് ഉള്ളതെന്നും അവർ പറഞ്ഞു. I hope so, because this visit has opened a lot of doors. Many of our businessmen have already signed deals directly with their counterparts in India, and we're very happy and heartened by that. We know that the doors are open wider. They were never closed between our two countries, but we will pursue it and make sure that agriculture has its share also. I wish to go. I want to visit Kerala, and we welcome the people of Kerala and India in general to come to Bahrain and visit us anytime. I hope you visit us and feel like you're at home. And personally, I look forward to visiting your beautiful country. ജനപങ്കാളിത്തം കൊണ്ട് ഏറെ ശ്രദ്ധ നേടിയ ഈ ഗാർഡൻ ഷോ സന്ദർശകർക്ക് കാർഷിക സംസ്കാരം വളർത്തിയെടുക്കുവാൻ ഇതിലൂടെ സാധിച്ചെന്നും അവർ പറഞ്ഞു.
സ്വദേശികൾക്കും വിദേശികൾക്കും കാർഷിക കാര്യങ്ങളിൽ മുൻതൂക്കം നൽകിയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നതെന്നും അവർ പറഞ്ഞു. വിദേശികൾ ഉൾപ്പെടെയുള്ളവരുടെ സഹകരണത്തിന് നന്ദിയുണ്ടെന്നും പാരിസ്ഥിതിക കാര്യങ്ങൾക്ക് മുൻതൂക്കം നൽകുന്ന പരിപാടികൾക്ക് മുൻകൈയെടുക്കുമെന്നും ഷെയ്ഖ ബിന്ത് മറിയം ഇസ അൽ ഖലീഫ പറഞ്ഞു. ഷോയോടനുബന്ധിച്ച് കിങ്ഡം യൂണിവേഴ്സിറ്റിയും നാഷണൽ ഇനിഷ്യേറ്റീവ് ഫോർ അഗ്രികൾച്ചർ ഡെവലപ്മെന്റും പരസ്പര ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചു. ബേൺ ഭരണാധികാരിയുടെ സന്ദർശനം ഇന്ത്യയുമായി കൂടുതൽ സഹകരണത്തിന് വഴിതെളിക്കാൻ സഹായിച്ചതായും കൂടുതൽ ഇന്ത്യൻ കമ്പനികൾ അടുത്ത ഗാർഡൻ ഷോയിൽ പങ്കെടുക്കാനാണ് തങ്ങളുടെ ആഗ്രഹമെന്നും നാഷണൽ ഇനിഷ്യേറ്റീവ് ഫോർ അഗ്രികൾച്ചർ ഡെവലപ്മെന്റ് സെക്രട്ടറി ജനറൽ ഡോക്ടർ വഹീദ് എ അൽ ഖാസിം പറഞ്ഞു. His Majesty the King to India, this is also show us how important India to Bahrain, and that he went there to thank them for the thing that they are already here to thank, and he is encouraging also Bahrainis and the Indian to invest in each country. This is a good step that that King Hamad started. If the top of the country initiated the issue, that's a good thing for others to follow. The next garden show will be full of Indian companies here, and I'll make sure that as the national initiative we'll invite a lot of investors from there, inshallah. കാർഷിക മേഖലയിലുള്ള പഠനത്തിന് വിദ്യാർത്ഥികൾക്ക് കൂടുതൽ മുൻതൂക്കം നൽകിയാണ് കിങ്ഡം യൂണിവേഴ്സിറ്റി നൽകുന്നതെന്നും നിരവധി കുട്ടികളാണ് യൂണിവേഴ്സിറ്റിയിൽ പഠനം നടത്തുന്നതെന്നും കിങ്ഡം യൂണിവേഴ്സിറ്റി പ്രസിഡന്റ് പ്രൊഫസർ യൂസുഫ് അബ്ദുൽ ഗഫാർ പറഞ്ഞു. But one of our main vision and mission that we should be part of the society, we should serve the society. So community service is one of the main pillars of the university. And this is an example really. We signed an agreement with the National Initiative for the Agricultural Development because there are so many things can be done to the society. Definitely we're working hard really mainly on renewable energy which can serve the agriculture and other clean energy in the area. We are cooperating with some German universities. We have linked with the British universities, and we have some relation with Indian universities like Mahatma Gandhi University. Well, the display itself is quite an attractive feature. When people pass by, they are forced to stop to look at what is there, and I think the shapes, the kind of plants inside, it really impresses them. So this year we have provided for plants, and so that they can buy it and make it, and encourage them into planting green around them. ചുരുങ്ങിയ സ്ഥലത്ത് കൃഷി ചെയ്യാവുന്ന മാവ്, ഓറഞ്ച്, തെങ്ങ്, റംബുട്ടാൻ, തക്കാളി, മുളക് കൂടാതെ നിരവധി പച്ചക്കറികളും സന്ദർശനത്തിൽ നേരിട്ട് കാണുവാനും അവ വാങ്ങുവാനും അവസരമുണ്ടായിരുന്നു. നിരവധി കുരുന്നുകൾക്ക് കാർഷിക മേഖലയിലെ കാര്യങ്ങൾ നേരിട്ട് മനസ്സിലാക്കുന്നതിനും അവ പരിചയപ്പെടുന്നതിനും ഇതിലൂടെ സാധിച്ചു. കൂടുതൽ വാർത്താവിശേഷങ്ങൾ ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം.
Trust across generations. UAE Exchange, world's trusted money transferer. Middle East Medical Center, a quality medical care, opposite Lulu Hypermarket, Hill, Kingdom of Bahrain. Phone 17464848. UAE എക്സ്ചേഞ്ച് വിഷൻ അറേബ്യയുടെ ഈ ആഴ്ചത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. ഈ പ്രോഗ്രാമിനെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. ഞങ്ങളുടെ ഇമെയിൽ അഡ്രസ് jhind.bh@gmail.com. കൂടുതൽ വാർത്താവിശേഷങ്ങളുമായി UAE എക്സ്ചേഞ്ച് വിഷൻ അറേബ്യയിലൂടെ നമുക്ക് അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം വീണ്ടും കാണാം. അതുവരേക്കും ജയ് ഹിന്ദ്.